നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ മൊബൈൽ ഫോണിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മനുഷ്യരെ പോലെ നടക്കുകയും നിൽക്കുകയും ഡാൻസ് ഒക്കെ ചെയ്യുന്ന റോബോട്ട്സുകൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും മൊബൈലിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും മാവേലിയായിട്ട് ഡാൻസ് കളിക്കുന്ന റോബോട്ട്സ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക ടെക്നോളജി ഇത്രയും വളർന്നോ എന്നായിരിക്കും. ഈ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊരു വെറും ഒരു റോബോട്ട് ഷോ മാത്രമല്ലേ എന്ന്. എന്നാൽ അങ്ങനെ ചിന്തിച്ചെങ്കിൽ ചെറിയൊരു തെറ്റ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഈ റോബോട്ട്സുകൾ നാളെ ഡാൻസ് ചെയ്യാൻ മാത്രം വരുന്നവയല്ല, അവ നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമുണ്ട്, നമ്മുടെ കേരളത്തിൽ ഈ റോബോട്ടുകൾ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ മനുഷ്യരുടെ ജോലികൾക്ക് ഇനി എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യം. പലരുടെയും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഇല്ല എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ മനസ്സിൽ തോന്നിയേക്കാം. പക്ഷെ നമ്മൾ ഇനി ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊരു വെറും ടെക്നോളജി ന്യൂസ് മാത്രമായി ഇത് നിങ്ങൾ കാണാതെ ഇത് നമ്മളുടെ ജീവിതത്തെയും ജോലിയെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കാണുന്ന ഈ റോബോട്ടുകളുടെ ഈ പ്രകടനം, ഈ ഡാൻസ് ഒക്കെ കാണുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നത് ഇത് മനുഷ്യരെ പോലെ പൂർണ്ണമായും മനുഷ്യരെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. എപ്പോഴും ഹ്യൂമനോയിഡ് റോബോട്ട്സിന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനെ പോലെ ഏത് പുതിയ സാഹചര്യങ്ങളെയും സ്വന്തമായി ചിന്തിച്ച് ജോലി ചെയ്യാനുള്ള കഴിവ് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഒരു റോബോട്ടിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം എളുപ്പമുള്ള പരിപാടിയായിരിക്കും. പക്ഷേ യഥാർത്ഥ വർക്ക് പ്ലേസിൽ മണിക്കൂറുകളോ സുരക്ഷിതമായി മനുഷ്യന്റെ സഹായമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുക എന്നത് എപ്പോഴും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം റോബോട്ടുകളെ പറ്റി മാനുഫാക്ചറിങ് രംഗത്തും അതുപോലെ തന്നെ ലോജിസ്റ്റിക് സ്ഥലങ്ങളിലും അതുപോലെ വെയർ ഹൗസുകളിലും ഒക്കെ തുടങ്ങിയ യഥാർത്ഥ ജോലികളിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കാണാറുണ്ട് വാഹനങ്ങളിലൊക്കെ പെയിന്റ് അടിക്കുന്നതൊക്കെ റോബോട്ട്സുകളാണ്. അതുപോലെ തന്നെ വാഹന നിർമ്മാണ ഫാക്ടറികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ റോബോട്ട്സിന്റെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ച് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വാഹന ഷോറൂമുകളിൽ പോകുമ്പോൾ പുതിയ മോഡലിനെ കുറിച്ച് പറഞ്ഞു തരാൻ അവിടെ ഒരു അസിസ്റ്റന്റ് കാണും. അതിന് നമ്മളോട് അതിന്റെ പുതിയ ഫീച്ചേഴ്സ്, വാഹനത്തിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്രൈസ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി എപ്പോഴും ഇവിടെ ഒരാൾ കാണും. നമ്മളെന്താ ചിന്തിച്ചു നോക്കിയാൽ ഇനി ഈ ഒരു അവസ്ഥയിലോട്ട് ഒരു റോബോട്ടാണ് കടന്നു വരുന്നതെങ്കിലോ, നാളെ ഒരു ഷോറൂമിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു റോബോട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സാധാരണ നിങ്ങളോട് മനുഷ്യരായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, അതിന് പകരമായിട്ട് ഒരു റോബോട്ട്സ് ആണ് ഇനി മുതൽ സംസാരിക്കാൻ പോകുന്നത്. ഇങ്ങനെ മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ഇത്തരം ജോലികളിലാണ് ഈ ഓട്ടോമേഷൻസ് വരാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ നമ്മളോട് കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് എപ്പോഴും നമുക്ക് കാണാം. ഷോപ്പിംഗ് മാളിലോട്ടൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അവർ കൊണ്ടുവന്ന് ഗൈഡ് ചെയ്യാനൊക്കെ എപ്പോഴും അവിടെ ആൾക്കാർ കാണും. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഇനി റോബോട്ട്സിന്റെ സാന്നിധ്യം കൂടാനാണ് സാധ്യത. ഇവിടെ മനുഷ്യരുടെ ജോലി മുഴുവനായി ഇല്ലാതാകണമെന്നല്ല പറയുന്നത്. പക്ഷേ ഒരേ ജോലി ചെയ്യാൻ ആവശ്യമായ മനുഷ്യരുടെ എണ്ണം കുറയ്ക്കാൻ വലിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ടലുകളിലും ആശുപത്രികളിലും ഇതുപോലെയൊക്കെ സംഭവിക്കാം. ഒരു രോഗിയെ ചികിത്സിക്കുന്നതിൽ ഡോക്ടറുടെയും നേഴ്സിന്റെയും തീരുമാനങ്ങളും പരിചരണവും ഒരു റോബോട്ട്സിനും ഒരിക്കലും ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മരുന്നുകൾ എത്തിക്കുക, സാമ്പിൾ കൊണ്ടുപോവുക, ക്ലിനിക്കൽ അസിസ്റ്റൻസ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഓട്ടോമേഷൻ വലിയ സാധ്യതയാണുള്ളത്. അതുപോലെ തന്നെ ഈ വെയർ ഹൗസുകളിൽ സാധനം എടുത്ത് പാക്ക് ചെയ്യാനും ഒക്കെ ഈ റോബോട്ടുകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ജോലി പോകുമോ എന്നുള്ള ഭയം സ്വാഭാവികമാണ്. പക്ഷെ നമ്മളിവിടെ ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നമ്മുടെ തലച്ചോറ് പോലെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും റോബോട്ടിന് അതിന്റെ ഫിസിക്കൽ ബോഡി പോലെ പ്രവർത്തിക്കാനേ കഴിയത്തുള്ളൂ. അതായത് ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യേണ്ട, കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട ജോലികൾക്കാണ് ഇവയ്ക്ക് കൂടുതൽ സാധ്യത. ഒരു ജോലിയിൽ മനുഷ്യരെ മനസ്സിലാക്കണം, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യന്റെ പങ്ക് കൂടുതലായി ശക്തമായി തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് റോബോട്ട് നമ്മളുടെ ജോലി എടുത്തു കളയുമോ എന്നുള്ള മാത്രം പേടിച്ചിരുന്നാൽ പോരാ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലെ ഏത് ഭാഗമാണ് ഒരു റോബോട്ടിനോ അല്ലെങ്കിൽ
ഒരു AI-ക്കോ ചെയ്യാൻ കഴിയുക എന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഇപ്പം വരുന്ന പുതിയ AI ടൂളുകൾ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നാളെ നമ്മൾ റോബോട്ടിനെ എതിർക്കുന്ന ആളുകളായിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും വിജയം നേടാൻ സാധിക്കത്തില്ല. അവയെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക. റോബോട്ടുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ സാധിക്കുന്ന ആളുകൾക്കായിരിക്കും ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുകയും കൂടുതൽ വിജയങ്ങൾ നേടാൻ സാധിക്കുന്നത്. ഈ റോബോട്ടുകൾ ചിലപ്പം ജോലി ചെയ്യാൻ ആവശ്യമായ വിവരങ്ങൾ നൽകുന്നത് മനുഷ്യർ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മാത്രമേ നമുക്കും അവരോടൊപ്പം ഇനി ജോലി ചെയ്ത് അല്ലെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ചരിത്രം നോക്കിയാൽ കമ്പ്യൂട്ടർ വന്നപ്പോഴും ഓഫീസ് ജോലികളൊക്കെ ചെയ്യുവാൻ വേണ്ടി മുഴുവനും ജോലികൾ ഇല്ലാതാവുമെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഇന്റർനെറ്റ് വന്നപ്പോഴും പഴയ ജോലികൾ മാറി പുതിയ ജോലികൾ ഉണ്ടായി എന്നതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെയാണ് AI റോബോട്ട്സിനും വന്നാലും ചില ജോലികളൊക്കെ മാറും, പക്ഷെ പുതിയ ജോലികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ടെക്നോളജി പേടിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനെ മനസ്സിലാക്കുക. നമ്മളുടെ ജോലിയിൽ മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി മാറുന്നുണ്ടെങ്കിൽ നമ്മളും അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ്. കാരണം ഭാവി ഇതിനോടകം തന്നെ നമ്മളെ മുന്നിൽ തുറന്നെത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, നമ്മളെ മേഖലയിലോട്ട് ഏത് മേഖലയിലോട്ടാണ് ഈ നമ്മൾക്ക് റോബോട്ട്സിനെ കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എങ്ങനെ യൂസ് ആവും, നമ്മൾ അതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമ്മളെ ജോലി എങ്ങനെ എളുപ്പത്തിലാക്കാൻ സാധിക്കും, ഏത് മേഖലയിലാണ് എനിക്ക് റോബോട്ട്സിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്, അതിലൂടെ എന്ത് ലാഭമാണ് എനിക്ക് ഉണ്ടാകാൻ സാധിക്കുന്നതെന്നാണ് ഓരോരുത്തരും കണ്ടെത്തുന്നത്. അവിടെയാണ് വിജയം ഉണ്ടാകുന്നത്. അല്ലാതെ എല്ലാവരും ജോലി കളയുക എന്നുള്ള ഉദ്ദേശമല്ല പറഞ്ഞത്. ഇപ്പം റോബോട്ട്സിനെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെ വെച്ചേ ചെയ്യാൻ പറ്റും. മനുഷ്യന് ചിലപ്പം കൂടുതൽ സാലറി കൊടുത്ത് ഒക്കെ നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. പുതിയ ജോലികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ടെക്നോളജിയെ പേടിക്കേണ്ടതില്ല, അതിനെ മനസ്സിലാക്കുക. നമ്മളുടെ ജോലി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുമനുസരിച്ച് മാറുക എന്നുള്ളതാണ്. കാരണം ഭാവി ഇതിനോടകം തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ് ഈ ഒരു റോബോട്ടിന്റെ രൂപത്തിൽ. ഇനി നിങ്ങളെ ഇതിനെ നിങ്ങളുടെ മേഖലയിലോട്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള കാര്യങ്ങൾ. ഇനി ഭാവിയിൽ നിങ്ങളുടെ മേഖലയിലോട്ട് ഈ റോബോട്ടിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അതിനെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കൂടുതലും. ഇനി എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു ജോലി ഒരു റോബോട്ടിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? അതോ നിങ്ങളുടെ ഒരു മേഖലയിലേക്ക് ഒരു റോബോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ഇല്ലാതാകുമെന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായമാണെങ്കിലും നിങ്ങൾ ഈ ഒരു റോബോട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായമാണെങ്കിലും താഴെ എന്നാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ടെക്നോളജിപരമായ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ തുടർന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. ബൈ.